ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം ഇങ്ങെത്തി. അപ്പൊ എല്ലാവരും അതിന്റെ തിരക്കിലും തയ്യാറെടുപ്പിലുമാണ് എന്നറിയാം. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അടപ്രഥമൻ. അപ്പൊ നല്ല ഈസി ആയിട്ട് എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടാലോ? അപ്പോൾ ആയോ, സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അടപ്രഥമന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് റൈസ് അട, അരി അടയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് നുറുക്കിയാണ് 1 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട ശർക്കര, നെയ്യ്, വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് ചുക്കുപൊടിയും ഏലക്ക കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം. അട വേവിക്കാനായിട്ട് ഞാൻ കുറച്ചേറെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തള വന്ന് കഴിയുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അട അടിയിൽ പിടിക്കും. അത് രണ്ടും റെഡി ആവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഓരോന്നായിട്ട് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അട ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ അടി പിടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് കാഷ്യൂസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അട വെന്തിട്ടുണ്ട്. അട ഇങ്ങനെ ഒന്ന് എടുത്ത് നമ്മുടെ അരിയുടെ വേവ് നോക്കുന്നത് പോലെ തന്നെ കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അടയിലെ സ്റ്റാർച്ച് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇനി അത് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കാം. പായസം വെക്കുന്ന പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അടയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം. അതിന് വേണ്ടിയിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അടയ്ക്ക് വൈറ്റ് കളറും ശർക്കര വേറെ കളറിലാണ് ഇരിക്കുന്നത്. ഇനി ഈ ശർക്കരയുടെ കളറ് നമ്മുടെ അടയിലേക്ക് കയറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതേ കണ്ടോ, ഇപ്പോൾ അടയും ശർക്കരയും ഒരേ കളറിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3-4 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സ്റ്റേജിൽ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒരു തള വരുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ദേ നമ്മുടെ അടിപൊളി പാലട പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ ചൂടാറി കഴിയുമ്പോൾ അതൊന്ന് കുറുകിക്കോളും. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി പാലട പ്രഥമനാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.
ഞാൻ കൂടുതൽ ഓണസദ്യയിലെ വിഭവങ്ങൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം ഒന്ന് കയറി നോക്കണം. വീണ്ടും മറ്റൊരു വിഭവമായി കാണും വരെ ബൈ, ടേക്ക് കെയർ.